മമ്മൂട്ടി കമ്പനി ലാഭത്തിലോ നഷ്ടത്തിലോ? നമുക്കിന്ന് മമ്മൂട്ടി കമ്പനിയുടെ വരുമാനം നോക്കാം. ഒരു വർഷത്തെ വരുമാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ വരുമാനം. മമ്മൂട്ടി കമ്പനിക്ക് 4 ഡയറക്ടേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തെ ഡയറക്ടർ മമ്മൂട്ടി, രണ്ടാമത്തെ ഡയറക്ടർ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്ത്, മൂന്നാമത്തെ ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ, മമ്മൂട്ടിയുടെ പേഴ്സണൽ സെക്രട്ടറി ആൻഡ് മേക്കപ്പ് മാൻ. മലയാളത്തിൽ സിമ്പിളായി അങ്ങോട്ട് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ വലങ്കൈ, അതാണ് ജോർജ്. നാലാമത്തെ ഡയറക്ടർ മമ്മൂട്ടിയുടെ മകൾ സുറുമി. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജോർജ് ആണ്. ഈ കമ്പനി ആകെ 1.5 ലക്ഷം ഷെയറാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10% ജോർജിനാണ്. ബാക്കി വരുന്ന 90% ഷെയറും മമ്മൂട്ടിയുടെ ഫാമിലി തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ബാധ്യതയായിട്ട് കാണിച്ചിരിക്കുന്നത് 22,50 ലക്ഷം രൂപയാണ്. കമ്പനിയുടെ ആകെ വരുമാനമായി കാണിച്ചിരിക്കുന്നത് 70,88 ലക്ഷം രൂപയാണ്. ആ വർഷത്തെ മമ്മൂട്ടി കമ്പനിയുടെ ആകെ ചിലവായി കാണിച്ചിരിക്കുന്നത് 49,95 ലക്ഷം രൂപയാണ്. ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് മമ്മൂട്ടി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ ലാഭത്തിലാണെന്ന്. 2022-23 സാമ്പത്തിക വർഷം മമ്മൂട്ടി കമ്പനിയുടെ ലാഭം 20,93 ലക്ഷം രൂപയാണ്. ഇതിന് തള്ളാണെന്ന് പറയുന്നവരോട്, ഇത് മമ്മൂട്ടി കമ്പനി 2022-23 സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത കണക്കാണ്. തള്ള് കളക്ഷനൊന്നും ആരും ടാക്സ് അടക്കില്ലല്ലോ. 2022-23 മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകൾ നൻപകൽ നേരത്ത് മയക്കം, റോഷക്, കാതൽ, കണ്ണൂർ സ്ക്വാഡ് ഒഴികെ ബാക്കിയെല്ലാം ഒരു പരീക്ഷണ സിനിമകളാണ്. എന്നിട്ടും മമ്മൂട്ടി കമ്പനിക്ക് ആ വർഷത്തിൽ 20 കോടി രൂപയ്ക്ക് മുകളിൽ ലാഭമുണ്ടാക്കാൻ സാധിച്ചു. 20 കോടി കമ്പനിയുടെ ലാഭം മാത്രമാണ് കേട്ടോ. മമ്മൂട്ടിക്ക് വേറെ തന്നെ പ്രതിഫലവുമുണ്ട്. നിലവിൽ മലയാള സിനിമയിലെ ഏറ്റവും ലാഭത്തിൽ മുൻപോട്ട് പോകുന്ന പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്ന് തന്നെയാണ് മമ്മൂട്ടി കമ്പനിയും. ലാഭത്തിൽ മാത്രമല്ല, ക്വാളിറ്റിയിലും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.